കേരളത്തിലെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത് 1861 മാർച്ച് 12-ന് ബേപ്പൂരിൽ നിന്നും തിരൂരിലേക്കുള്ള ആദ്യ ട്രെയിൻ യാത്രയോടെയാണ്. വെറും 30.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത മലബാറിനെ ആധുനിക ഗതാഗത സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ചരിത്രപരമായ യാത്രയ്ക്ക് തുടക്കം കുറിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചരക്കുനീക്കവും സൈനിക നീക്കങ്ങളും സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാത നിർമ്മിക്കപ്പെട്ടതെങ്കിലും പിൽക്കാലത്ത് ഇത് മലബാറിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ അടിത്തറ പാകി. തിരുവിതാംകൂറിലെ റെയിൽവേ ചരിത്രം പരിശോധിക്കുമ്പോൾ 1904 നവംബർ 26-ന് ആരംഭിച്ച കൊല്ലം സെങ്കോട്ട മീറ്റർ ഗേജ് പാതയാണ് ഏറ്റവും ശ്രദ്ധേയം. പശ്ചിമഘട്ടത്തിലൂടെയുള്ള ഈ മനോഹരമായ പാത ദക്ഷിണേന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു. അതുപോലെ തന്നെ കൊച്ചി മഹാരാജാവിന്റെ പ്രത്യേക താൽപര്യപ്രകാരം 1902-ൽ പൂർത്തിയാക്കിയ 104 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഷൊർണൂർ-കൊച്ചി പാത മധ്യകേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സ്വന്തം സമ്പാദ്യവും ആഭരണങ്ങളും വിറ്റുവരെ റെയിൽവേ നിർമ്മാണത്തിന് പണം കണ്ടെത്തിയ കൊച്ചി രാജാവിന്റെ ചരിത്രം ഈ പാതയോട് ചേർന്നു നിൽക്കുന്നു. ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ റെയിൽവേ ശൃംഖലയിൽ വൻ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2000 ജൂലൈ 23-ന് എറണാകുളം ഷൊർണൂർ പാതയിൽ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഗതാഗത വേഗത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഇന്ന് വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ നീളുന്ന വിപുലമായ റെയിൽവേ ശൃംഖല കേരളത്തിലുണ്ട്. കേരള എക്സ്പ്രസ് പോലുള്ള ദീർഘദൂര ട്രെയിനുകൾ കേരളത്തെ രാജ്യതലസ്ഥാനമായ ഡൽഹിയുമായി ബന്ധിപ്പിക്കുമ്പോൾ പുതുതായി ആരംഭിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ യാത്രാസൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവരുന്നത്. കായലുകളും നെൽപ്പാടങ്ങളും പച്ചപ്പും നിറഞ്ഞ കേരളത്തിലെ ട്രെയിൻ യാത്രകൾ വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു.